ഈ സ്കൂളുകളിലെ കായിക വിനോദങ്ങളും സാമൂഹിക സൗഹൃദവും സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എറോബിക്സ്, യോഗ തുടങ്ങിയ കായിക വിനോദങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കായിക മത്സരങ്ങളിൽ, ഉദാഹരണത്തിന് ഒളിമ്പിക്സിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഫുട്ബോൾ, വോളിബോൾ, സ്വിമ്മിംഗ് തുടങ്ങിയ കായിക ഇനങ്ങൾക്ക് വ്യക്തമായ ഡ്രസ് കോഡ് നിലവിൽ ഉണ്ട്. ഈ ഡ്രസ് കോഡ് പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കായിക താരങ്ങളും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. സ്കൂളിൽ നടത്തുന്നത് ലഘു വ്യായാമമാണ്. സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്. RTE പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. രക്ഷിതാവിന് അതിൽ വോയിസ് ഇല്ല. കോണ്ടാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അധ്യാപകൻ ബാധ്യത ഉണ്ട്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ രീതിക്കെതിരെ പ്രതിഷേധങ്ങളും അടിച്ചമർത്തലുകളും ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്. കേരളം പോലുള്ള ഒരുമയോടെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിൽ നിലപാടുകൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മാത്രമേ ഉത്തേജനം നൽകൂ. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ആരോഗ്യവും പോസിറ്റീവ് ചിന്തയും വളർത്താൻ സഹായിക്കും. ഇത് അവരുടെ പഠനത്തെയും വ്യക്തിത്വ വികാസത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. കേരളത്തിലെ 14,000-ഓളം വരുന്ന വിദ്യാലയങ്ങളിൽ 90% വിദ്യാലയങ്ങളിലും ഈ സൂംബ അടക്കമുള്ള കായിക ഇനങ്ങളുടെ റിഹേഴ്സലും പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇത്തരം ആരോഗ്യകരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യ വിഷയമായി നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠന ബോധന സാമഗ്രികൾ ഉൾപ്പെടെ തയ്യാറാക്കി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. കായിക വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യ പരിപാലനം എന്ന ബൃഹത്തായ കാഴ്ചപ്പാടാണ് കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചതിലൂടെ ലക്ഷ്യമിടുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ടൈം ടേബിൾ പ്രകാരം ആരോഗ്യ കായിക വിദ്യാഭ്യാസ വിനിമയം ഫലപ്രദമായി നടന്നു വരുന്നുണ്ട്. സ്ഥിരമായ കുട്ടികൾ കായിക പ്രവർത്തനങ്ങളിലും വ്യായാമത്തിലും ഏർപ്പെടുന്നതിലൂടെ ശരീരപേശികൾക്ക് ശക്തി കൂടുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും ശരീരഭാരം നിയന്ത്രിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗബാധിതരുള്ള കേരളത്തിൽ കായിക വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം സർക്കാർ നൽകി വരുന്നുണ്ട്. രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാനും മാനസികമായ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാനും ഉത്കണ്ഠ ഒഴിവാക്കുവാനും സന്തോഷം വർദ്ധിപ്പിക്കുവാനും സ്ഥിരമായ കായിക പങ്കാളിത്തത്തിലൂടെ പ്രധാനമായും ലക്ഷ്യപ്പെടുന്നത് കുട്ടികളിൽ അച്ചടക്കം, സ്ഥിരോത്സാഹം, ലക്ഷ്യബോധം എന്നിവ വളർത്തുവാനും ജയപരാജയങ്ങളെ ഫലപ്രദമായി അതിജീവിക്കുവാനും തീരുമാനമെടുക്കുവാനുള്ള കഴിവും പ്രശ്ന പരിഹാര ശേഷിയും ഉൾപ്പെടുത്തിയിട്ടുള്ളവ വികസിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു.
കൂട്ടായ കായിക പ്രവർത്തനങ്ങളിലൂടെ സഹപാഠികളെ ബഹുമാനിക്കുവാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ളവരെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്നു. സാമൂഹിക ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുവാനും വളരെ ഫലപ്രദമായി സഹായിക്കുന്ന ഒരു ഉപാധി കൂടിയാണ് സ്പോർട്സ്. കളികളിലെ പങ്കാളിത്തം നിയമങ്ങളിലെയും മര്യാദകളെയും കുറിച്ച് പഠിപ്പിക്കുകയും സത്യസന്ധത, നീതിബോധം, ഫെയർ പ്ലേ, നിയമങ്ങളെ ബഹുമാനിക്കാനുള്ള കഴിവ് തുടങ്ങിയ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു. കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൽ കാലികമായ ലോകത്തിന്റെ ആവശ്യകതകൾ ഉൾപ്പെടുന്ന ഉള്ളടക്ക മേഖലകളായാണ് പൊതുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടിസ്ഥാന ചലന നൈപുണികൾ, ശരീര പരിപാലന ശേഷികൾ, താളാത്മക ചലനങ്ങൾ, ശാരീരിക ഏകോപന ശേഷികൾ, ആരോഗ്യം, പോഷകാഹാരം, കായികക്ഷമത, വിവിധ വ്യായാമ മുറകൾ, ശാസ്ത്രീയമായ സ്പോർട്സ് ട്രെയിനിങ് രീതികൾ, പ്രഥമ ശുശ്രൂഷ, യോഗ, സമ്മർദ്ദ ലഘൂകരണ വ്യായാമങ്ങൾ, ശരീരസ്ഥിതി വൈകല്യങ്ങൾ ഉപയോഗിക്കുവാനുള്ള വ്യായാമ മുറകൾ തുടങ്ങിയവയാണ് പ്രധാനമായും പരിഗണിച്ച് പോരുന്ന ഉള്ളടക്ക മേഖലകൾ. ആരോഗ്യ കായിക സംബന്ധമായ ഘടകങ്ങളെല്ലാം കുട്ടികൾക്കും ലഭ്യമാക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഹൃദയ ശ്വസനക്ഷമത, പേശിശക്തി, പേശിക്ഷമത, ശരീരാനുപാതം തുടങ്ങിയവയാണ് ആരോഗ്യ സംബന്ധമായ കായികക്ഷമത ഘടകങ്ങൾ. ഇവ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കരസ്ഥമാക്കിയിരിക്കുക എന്നതാണ് പൊതുവിലുള്ള ലക്ഷ്യം. ആരോഗ്യ കായിക സംബന്ധമായ കായികക്ഷമതാ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഹൃദയ ശ്വസന ക്ഷമത വർദ്ധിപ്പിക്കുവാൻ അഭ്യസിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തം, ജോഗിംഗ്, റണ്ണിംഗ്, നീന്തൽ, സൈക്ലിംഗ്, ഡാൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് സാധാരണയായി പരിഗണിച്ചു പോരുന്നത്. ഈ ഡാൻസ് ഇനത്തിൽ ഉൾപ്പെട്ടവയാണ് എയറോബിക് ഡാൻസ്, സൂംബ ഡാൻസ്, ഫ്രീ സ്റ്റൈൽ ഡാൻസ് തുടങ്ങിയവ. ഹൃദയ ശ്വസന ക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തനമെന്ന നിലയിൽ ഇത്തരം നൃത്ത രീതികൾ വ്യക്തികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തിന് ഫലപ്രദമായ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്നു. സംഗീതത്തിന്റെ സഹായത്തോടുകൂടി ദീർഘനേരം നിൽക്കുന്ന പ്രവർത്തനമായതിനാൽ ഹൃദയമിടിപ്പ് ഉയരുകയും പമ്പിങ് നടക്കുകയും ചെയ്യുന്നു. സ്ഥിരമായ പ്രവർത്തനം ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുകയും മൊത്തത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. സ്ഥിരമായ പ്രവർത്തനം ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുകയും മൊത്തത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നൃത്തത്തിലെ താളാത്മകവും തുടർച്ചയായതുമായ ചലനങ്ങൾ ശരീരത്തിലുടനീളം രക്തപ്രവാഹത്തെ ഉത്തേജിപ്പിക്കുകയും കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കുവാനും രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കുന്നു. ആയതിനാൽ ഹൃദയ ശ്വസന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള ഡാൻസുകൾ ഉൾപ്പെടെയുള്ള ദീർഘനേരം നീണ്ടു നിൽക്കുന്ന കായിക പ്രവർത്തനങ്ങളിൽ സ്ഥിരമായി ഏർപ്പെടുന്നത് ഏറെ നല്ലതാണ്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ട നിലപാടുമായി മുന്നോട്ട് പോകുന്നതാണ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനം നടത്തുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ജില്ലകളിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖാന്തരം ലഭ്യമാകുന്ന ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഭിന്നശേഷിക്കാരെ അഭിമുഖത്തിനായി സ്കൂൾ മാനേജർമാർ വിളിക്കുന്നത്. ഈ അഭിമുഖത്തിൽ സ്കൂളിൽ തിരഞ്ഞെടുക്കുന്ന ആളുകളെയാണ് അധ്യാപകരായി നിയമിക്കുന്നത്. സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ വ്യക്തമായ പരിശോധനയ്ക്ക് ശേഷമാണ് എംപ്ലോയ്മെന്റ് ഓഫീസർ ഉദ്യോഗാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുന്നത്. ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ എന്ന് മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളും ഈ രീതി തന്നെയാണ് തുടരുന്നത്. നാളിതുവരെയായി ഒരു പരാതിയിലോ കോടതിയിലോ ഈ വ്യവസ്ഥ ചലഞ്ച് ചെയ്തിട്ടില്ല. നമുക്ക് ടോട്ടൽ എത്ര അപ്പോയിൻമെന്റ് ഏറ്റവും കൂടുതൽ നിയമനം നടന്നിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലാണ്. ഞാൻ നമ്പർ കൃത്യമായിട്ട് 43,000 അപ്പോയിൻമെന്റ് നടന്നിട്ടുണ്ട്. അതിൽ 18,000 PSC ആണ് നടന്നിട്ടുള്ളത്. ഭിന്നശേഷിക്കാരുടെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് ആരോഗ്യവകുപ്പിലെ വിവിധ ഡോക്ടർമാർ അടങ്ങുന്ന പാനലാണ്. വ്യക്തമായ പരിശോധനയ്ക്കും ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകൾക്കും
അനുസൃതമായാണ് ഈ പാനൽ പട്ടിക തയ്യാറാക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ തെളിവ് സഹിതം പരാതി നൽകുകയാണെങ്കിൽ കർശന നടപടികൾ കൈക്കൊള്ളുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാണ്. ഇത് സംബന്ധിച്ച് ഒരു മാധ്യമത്തിൽ വന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പ്രാഥമികമായി അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ വാർത്തയുടെ ഹെഡിങ് ഇതാണ്: നിയമന അംഗീകാരം ഉറപ്പിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പിൽ ഇടനിലക്കാർ എന്ന വാർത്തയാണ് വന്നിട്ടുള്ളത്. മലയാള മനോരമയിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മലയാള മനോരമയ്ക്ക് നേരെ ഇത് തെറ്റായ വാർത്തയായതുകൊണ്ട് തന്നെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ അഴിമതി എന്ന കോടതി പരാമർശം. ഒരു സ്കൂൾ ക്ലോഷർ കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ കേസ് പരിഗണിച്ചത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ചില നിരീക്ഷണങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൽ പാടെ അഴിമതി എന്ന വാദം വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. ഏതെങ്കിലും പ്രത്യേക സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തെളിവോ പരാതിയോ നൽകിയാൽ വിശദമായ അന്വേഷണം നടത്തുവാനും കർശന നടപടി കൈക്കൊള്ളുവാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാണ്. IAS ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ അനാവശ്യമായി കോടതിയിൽ വിളിച്ചു വരുത്തുന്നതിനെതിരെ സുപ്രീം കോടതി തന്നെ നിലപാടെടുത്തത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ രാജ്ഭവനിലെ ഭാരതാംബ വിവാദം ഞാൻ അവസാനിപ്പിച്ചതാണ്. വീണ്ടും അദ്ദേഹം ഇത് തുറന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു കാര്യമില്ലാതെ സെനറ്റ് ഹാളിൽ, നിങ്ങൾക്ക് എല്ലാ സെനറ്റ് ഹാൾ അറിയാം, യൂണിവേഴ്സിറ്റിയുടെ ഭാരതാംബയെ കൊണ്ടാണ് അദ്ദേഹം വന്നത്. അപ്പം അതിനെ തുടർന്നാണ് അവിടെ സംഘർഷവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായി. അപ്പം അതിൽ വീണ്ടും അദ്ദേഹം എന്നെ വലിച്ചഴക്കുകയാണ്. വീണ്ടും ഞാനത് അവസാനിപ്പിച്ചതാണ്. രാജ്ഭവനിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുകയും പൂവിട്ട് തൊഴുകയും ചെയ്ത ഗവൺമെന്റ് നടപടി ഭരണഘടനമായ നഗ്നമായ ലംഘനമാണെന്നുള്ളതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഭരണഘടനാപരമായ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഒരു പ്രത്യേക മതപരമായ ബിംബത്തെ ഔദ്യോഗിക ചടങ്ങിൽ ആരാധിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം രാജ്യം ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. ഭരണഘടനയുടെ ആമുഖം കേരളത്തിലെ എല്ലാ പാഠപുസ്തകത്തിലും പ്രിന്റ് ചെയ്ത് കൊടുത്ത ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഭരണഘടനയുടെ അനുച്ഛേദം 14 നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുകയാണ്. അതോടൊപ്പം അനുച്ഛേദം 15(1) മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. അനുച്ഛേദം 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അത് ഏതൊരു മതപരമായ ആചാരവും ഔദ്യോഗിക ഭരണഘടനാ പദവിയിലുള്ളവർ സർക്കാർ പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അനുവാദമില്ല. മറിച്ച് മതപരമായ കാര്യങ്ങളിൽ നിഷ്പക്ഷത പാലിക്കുവാനുള്ള ബാധ്യത ഭരണകൂടത്തിന് ഉണ്ടെന്ന് ഈ അനുച്ഛേദങ്ങൾ വ്യക്തമാക്കുന്നു. ഗവർണറുടെ ഈ പ്രവൃത്തി ഇന്ത്യൻ ഭരണഘടനയിലുള്ള സെക്കുലർ സ്വഭാവത്തിന്മേലുള്ള കടന്നാക്രമണമാണ്. ഇത് പ്രോട്ടോകോൾ ലംഘനം മാത്രമല്ല, ഭരണഘടന ഉറപ്പുനൽകുന്ന മതേതര മൂല്യങ്ങളെ തകർക്കുന്ന നടപടിയാണ്. ഒരു ഭരണഘടനാ സ്ഥാപനം ഒരു പ്രത്യേക മതപരമായ പ്രതീകത്തെ ഉയർത്തിക്കാട്ടുന്നത് മറ്റ് മതവിഭാഗങ്ങളുള്ള അവഗണനയായും കണക്കാക്കപ്പെടാം. ഇത് സമൂഹത്തിന് ഭിന്നത വളർത്താൻ മാത്രമേ സഹായിക്കൂ. ഇത്തരം ഭരണഘടനാ ലംഘനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുവാനുള്ള എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുക മാത്രമാണ് ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ മതേതരത്വം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഇന്ത്യയിൽ ഭരണഘടനയാണ് പരമോന്നതമെന്നും ജനാധിപത്യത്തിൻ്റെ മറ്റു 3 തൂണുകളും അതിന് കീഴിലാണെന്ന് പ്രവർത്തിക്കുന്നു എന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് VR ഗവായ് ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ ദിവസമാണ്. സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധി പ്രകാരം ഭരണഘടനാ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന് അധികാരമുണ്ട്. എന്നാൽ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ കഴിയില്ല. കാലിക്കൊടിയേന്തിയ വനിതയെ ഭാരതാംബ എന്ന് വിളിച്ച് പൂവിട്ട് തൊഴുന്നതിനെ ന്യായീകരിക്കുന്ന ഗവർണർ യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ മതേതര സ്വഭാവത്തെയാണ് ആക്ഷേപിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ മതസംഘടനയോ വികസിപ്പിച്ചതാണ് ഭാരതാംബ എന്ന സങ്കല്പം എന്നത് ശരിയല്ല എന്നതാണ് ജസ്റ്റിസ് VR ഗവായ് പറയുന്നത്. ദേശീയതയും മതപരമായ ബിംബവൽക്കരണവും രാജ്യത്തിൻ്റെ അതിരുകൾക്ക് പോലും മാപ്പ് കണ്ട ഒരു ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് ഭാരതാംബ എന്ന പേരിൽ ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ദേശീയതയെ, മതപരമായ
ബിംബവൽക്കരണവുമായി കൂട്ടിച്ചേർക്കുന്ന പ്രതീകമാണ്. ഭാരതാംബ എന്ന് വിളിക്കുന്ന വനിതയുടെ ചിത്രം താമരയിലോ സിംഹത്തിന് മുകളിലോ ഇരിക്കുന്ന രൂപത്തിലും കാവ്യവസ്ത്രം ധരിച്ചു ഒക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഒരു മതേതര രാജ്യത്തെയാണ് വിഭാവന ചെയ്യുന്നത്. അതായത് ഭരണകൂടത്തിന് ഒരു പ്രത്യേക മതത്തോടും ആഭിമുഖ്യമോ വിവേചനമോ പാടില്ല. ഭാരതാംബയുടെ ചിത്രം ഒരു ഔദ്യോഗിക ചടങ്ങിൽ പ്രദർശിപ്പിക്കുകയും പൂജിച്ച് ആരാധിക്കുകയും ചെയ്യുന്നത് രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിന് വിരുദ്ധമായി ഒരു പ്രത്യേക മതപരമായ ചിഹ്നത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിന് തുല്യമാകും. ഇത് മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് തങ്ങളോട് വിവേചനം കാണിക്കുന്നതായി തോന്നാനും ഇടയാകും. ഈ കാരണങ്ങൾ കൊണ്ട് ഭാരതാംബയുടെ ചിത്രം ഒരു മതപരമായ ചിഹ്നമായി കണക്കാക്കപ്പെടുകയും ഔദ്യോഗിക ചടങ്ങുകളിൽ അതിനെ ആരാധിക്കുന്നത് ഭരണഘടനാപരമായ മതേതര മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിമർശിക്കപ്പെടുകയും ചെയ്യുന്നത്. ദയവ് ചെയ്ത് അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞു ചർച്ചാധാരകൾ നടത്തി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രിക്ക് പരാതി എനിക്കെതിരെ നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇനി മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ച് പരാതി എടുത്തോട്ടെ. വീണ്ടും ഈ ഭാരതാംബെ പോകുന്ന ചടങ്ങുകളിലൊക്കെ പോവുകയും വീണ്ടും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതീകമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും ഞങ്ങളും ഇത് ആവർത്തിച്ച് പറയേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇത് പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുന്നതിന് അപേക്ഷിക്കുകയാണ്. ഞാനിത് അവസാനിപ്പിച്ചതാണ്. വീണ്ടും അദ്ദേഹം പരാതിയിലും അല്ലാതെയും ഒക്കെ തന്നെ പറയുന്ന പ്രസ്താവനകളിൽ വീണ്ടും എൻ്റെ പേരും കൂടെ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ വ്യക്തമാക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഈ സൂംബ വിഷയത്തിൽ ഇപ്പം ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല, അതിൽ അധ്യാപകർക്കും അതുപോലെ തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്കും ഒരു വിഭാഗം രക്ഷിതാക്കൾക്കും എതിർപ്പുണ്ട്. അപ്പം അതിന് ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ അതിന് വിട്ടു നിൽക്കാൻ അനുവദിക്കണം എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത് അങ്ങനെ ഒരു വിഭാഗത്തിന് വിട്ടു നിൽക്കാൻ പറ്റുന്നതാണോ? വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇത് നടപ്പാക്കുന്ന പദ്ധതിയാണോ? ഞാനതിൻ്റെ ഒരു വകുപ്പൊക്കെ കാര്യം പറഞ്ഞല്ലോ ഇവിടെ. രക്ഷിതാക്കൾക്ക് മാറി നിൽക്കാൻ, കുട്ടികളെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നാണ് നിയമത്തിൽ പറയുന്നത്. ഞങ്ങളിപ്പോൾ ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മര്യാദയ്ക്ക് കാര്യം നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിനെ അനുകൂലപ്പെടുന്നതിന് വേണ്ടിയാണ് കുറച്ചേറെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത് ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തെറ്റിദ്ധാരണ മാറ്റുന്നതിനുണ്ട് തയ്യാറാണ്. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടിയിൽ നിന്ന് പുറകോട്ട് പോകുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല. അങ്ങ് ചോദിച്ച കാര്യത്തിന് RT പ്രകാരം, RT ആക്ട് ഉണ്ടല്ലോ അവിടെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല. ഓരോ രക്ഷിതാവിനും വന്ന് ഓരോ വിഷയം എന്നെ മോനെ പഠിപ്പിക്കുമെന്ന് പറയാനുള്ള അവകാശം ഇല്ല. കോൺട്രാക്ട്സ് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അധ്യാപകന് ബാധ്യതയുണ്ട്. ഇതാണിപ്പോൾ നിലവിലുള്ള നിയമം. ഞങ്ങളിപ്പോൾ നിലവിലുള്ള നിയമം ഒന്നും നിർബന്ധപൂർവ്വം ഒരു കുട്ടിയുടെ മേലിലും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ഇവിടെ 14,000 സ്കൂളുകളുള്ളതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ 90% വരുന്ന സ്കൂളുകളിൽ ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂംബ മാത്രമല്ല, നമ്മുടെ മറ്റ് പല ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ കുട്ടിയുടെ ഭാവി ഓർത്ത്, നമ്മുടെ കേരളത്തിൻ്റെ ഭാവി ഓർത്ത് ഇതൊന്നും ഒരു വിവാദം ആക്കാൻ വേണ്ടി പാടില്ല. ഒരു വിവാദം ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ച് ഇങ്ങനെ പറഞ്ഞ് അത് മതത്തിൻ്റെ പേരിലാകുമ്പോൾ കുറച്ച് കൂടെ ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ തന്നെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ തടയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സൂംബ നിർത്തമാണ്. അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം നിർബന്ധം മാറ്റുന്നില്ല. ഓരോ സ്കൂളിന്റെയും സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വർഷം 2 ആഴ്ചക്കാലം നമുക്കറിയാമല്ലോ, നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു. അത് 100% വിജയമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുട്ടികൾക്കൊരു പുതിയൊരു ബോധം ഉണ്ടായി. ഞാനൊരു കുട്ടികളുടെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ തിരുവനന്തപുരത്ത്
നിങ്ങളുടെ ഇന്ന് എന്താ നിങ്ങൾ പഠിച്ചത്? ഒരു കുട്ടി എണീറ്റ് പറഞ്ഞ് ഞാൻ ഇന്നിപ്പോൾ പിന്നെ മോട്ടോർ നിയമങ്ങളെ സംബന്ധിച്ചൊക്കെ പഠിച്ചത്. അങ്ങനെ അത് മുഴുവനും പഠിച്ചു കാണില്ല. അങ്ങനെ നമ്മൾ 14 വിഷയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ പണ്ട് നമ്മളെല്ലാം നിങ്ങളെല്ലാം സബ് ജൂനിയേഴ്സാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ പിന്നെ തയ്യൽ പീരീഡ് ഉണ്ടായിരുന്നല്ലോ, തയ്യലിനൊരു പീരീഡ്, സ്പോർട്സിനൊരു പീരീഡ് ഉണ്ടായിരുന്നല്ലോ, ഒരു PT സാർ ഉണ്ടാകുമായിരുന്നല്ലോ. അതേപോലെ ആ പീരീഡ് തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ആ പീരീഡിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അതായത് സ്കൂൾക്കാർ നിശ്ചയിക്കും. നമ്മൾ ഈ കേന്ദ്രീകരിച്ചുകൊണ്ട് മൊത്തം 14,000 സ്കൂളിലും തിങ്കളാഴ്ച 2ാമത്തെ അവറിൽ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയുന്നില്ല. അത് ആ സ്കൂളിന്റെ സാഹചര്യം നോക്കി സ്കൂൾ അധികാരികൾ നിശ്ചയിക്കും. കുട്ടികൾക്ക് ദോഷകരമായ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. പറയുന്ന ഒരു കാര്യം, അവരുടെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളിൽ ഇത് നടപ്പാക്കില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നിർദ്ദേശം. അങ്ങനെ ബോധപൂർവ്വം നടപ്പാക്കാതിരിക്കുന്ന സ്കൂളുകൾക്ക് നടപടി ഉണ്ടാവും. NOC കൊടുക്കുന്നത് സർക്കാരാണ്. സ്കൂൾ പ്രവർത്തിക്കാൻ വേണ്ടി. ഇന്നലെ ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് തന്നെ ഒരു പ്രത്യേക പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവാണ്. അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനെ നേരിടാൻ താൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം അത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്? അത്തരം വിഷയങ്ങൾ നടപടി ഉണ്ടാക്കുക, പ്രത്യേകിച്ച് അധ്യാപകനാണ്. അത്തരം വെല്ലുവിളിക്കൊന്നും ഒരു അധ്യാപകൻ നടത്തിയിട്ടുള്ള ഒരു വെല്ലുവിളിക്കൊന്നും വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി ഇവിടെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായില്ല. അത് നിയമപരമായി നിയമത്തിന്റെ വഴിയെ പോകും. മിനിസ്റ്റർ, ഈ വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരുന്ന എന്ത് പരിഷ്കരണവും പരമാവധി പരിഷ്കരണങ്ങൾ മതത്തിന്റെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ എതിർക്കുന്നതിൽ എന്തെങ്കിലും ഒരു അജണ്ടയുണ്ടോ? കൊണ്ടുവരുന്നവർക്ക് അജണ്ട ഉണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ ഈ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കുട്ടികളുടെ ഭാവിയല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ അനൗൺസ് ചെയ്യാറായിട്ടില്ല. നമ്മൾ പിന്നെ ഇപ്പം നടന്ന ടെസ്റ്റ് എന്താ, നാഷണൽ അച്ചീവ്മെന്റ് സർവേയിൽ അത് ഡിക്ലെയർ ചെയ്തില്ല. അത് വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റാണ് നാഷണൽ അച്ചീവ്മെന്റ് സർവേ. അതായത് നമ്മൾ ഏതാണ്ട് 1ാം സ്ഥാനത്തേക്ക് നിൽക്കുകയാണ്. അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല ഔദ്യോഗികമായിട്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ 4 വർഷക്കാലം നടത്തിയിട്ടുള്ള വലിയ പ്രയത്നത്തിന്റെ ഫലമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്രാവശ്യമാണെങ്കിൽ സീറ്റിന്റെ കാര്യം പറഞ്ഞ് ബോളം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. അല്ലാതെ മാധ്യമപ്രവർത്തകരുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ഈ പിന്നെ സൂംബ ഡാൻസിന്റെ പേരിൽ പിന്നെ മന്ത്രിയുടെ വണ്ടി തടയുക എന്ന് പറഞ്ഞാൽ അവരൊരു 10,000-15,000 ആൾക്കാർ വന്നുള്ള ഒരു പ്രകടനമാണെങ്കിൽ വേറെ ഏതെങ്കിലും വഴി അങ്ങ് പോവാം. കാരണം ശല്യം ചെയ്യാൻ വേണ്ടി പോകണ്ട. ഇത് 10 ഒരു 10 അടുത്തങ്ങ് ചാടുകയാണ്. ആരെങ്കിലും ദൈവത്തെ തട്ടേ മുട്ടുക ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്ഥിതി ഇങ്ങനെ ആയിരിക്കില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ഒരു അദാലത്തുണ്ട്. ഒരു സ്കൂളുകളിലും മാൻഡേറ്റ് കൊടുത്തിട്ടില്ല. ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാം. ഏതെങ്കിലും കുട്ടിക്ക് വ്യക്തിപരമായ കാരണങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കാര്യം പിന്നെ സ്കൂളിനെ അറിയിച്ചാൽ മാത്രം മതിയാവും. ഒരു നിർബന്ധമില്ല. ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ, അത്രയും കാര്യങ്ങൾ ഒരു കുട്ടിക്ക് പിന്നെ വ്യക്തിപരമായും മാനസികപരമായും ശാരീരികപരമായും ഒക്കെ ഉണ്ടാകുന്ന ഒരു നേട്ടത്തെ പിന്നെ തകർത്താലേ മതിയാകൂ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറങ്ങിയിരിക്കുന്നു. അത് അവർക്ക് തന്നെ നഷ്ടപ്പെടും. ഇല്ല, സ്കൂളുകളിൽ ഉണ്ടാവണം. ഇത് പുതിയ സംവിധാനം എന്നുള്ളതിൽ സ്കൂളിൽ ഉണ്ടാകുന്നു. ഇപ്പം ഞങ്ങളിലുണ്ട് അതിന്റെ ഫോട്ടോ എല്ലാം. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ, കാസർഗോഡ് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ തന്നെ അതിന്റെ മഹാഭൂരിപക്ഷ സ്കൂളുകളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റ്, നല്ല താല്പര്യത്തിലാണ്. ലഘു വസ്ത്രം എന്ന് പറഞ്ഞല്ലോ, യൂണിഫോം ഇട്ടാണ് നടത്തുന്നത്. യൂണിഫോം അല്ലേ, തെറ്റായ പിന്നെ ഒരു വൃത്തികെട്ട കണ്ണു വെച്ച് കാണണമെന്നാ കുഴപ്പം. നമ്മുടെ മക്കളല്ലേ, കൊച്ചു പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഡാൻസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ
വേറെ രൂപത്തിൽ അത് കാണണമെന്ന് വെച്ചാൽ അത് വൃത്തികെട്ട കണ്ണിൻ്റെ പിന്നെ ഒരു സിമ്പലാണ്. ആരും ഇതുവരെയും പെറ്റീഷനും തന്നിട്ടില്ല. പത്രങ്ങളിൽ TV-ലും ഒക്കെ കൊടുത്തിട്ടേ ഉള്ളൂ. അത് സ്വീകരിക്കാൻ തന്നെ കാരണം വെച്ചാൽ നിങ്ങളോടുള്ള ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ എൻ്റെ കടപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം എല്ലാം ഇത് സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെല്ലാവരും വന്ന് വരികയും പിന്നെ തിരുവനന്തപുരത്ത് നിന്നും എല്ലാ ജില്ലയിൽ നിന്നും വിളിച്ച് ഇതിനൊരു റിയാക്ഷൻ കൊടുക്കണം എന്ന് പറയുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച കൊണ്ടാണ് 1250 കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്ത് ഈ നൃത്തം നടത്തി. അതിൽ ഞങ്ങൾ ആരുടെയും ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല. അതിൽ ഒരു കുട്ടി പോലും ലഘുവസ്ത്രം ധരിച്ചായിട്ട് ഞങ്ങൾ കണ്ടിട്ടുമില്ല. ഈ ലഘുവസ്ത്രത്തെ പറ്റിയൊക്കെ എന്തിനു ചിന്തിക്കാൻ പോകുന്ന ആവശ്യമില്ല. പറഞ്ഞല്ലോ ഈ ലഘുവസ്ത്രങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് വലിയ മത പണ്ഡിതന്മാരും സംഘടനാ നേതാക്കളൊക്കെ തന്നെയാണ് ഇവർ പറയുന്നത്. അല്ല, അവരെന്തുകൊണ്ടങ്ങനെ പറഞ്ഞു അറിയില്ല, അവർക്കെല്ലാം അറിയാമല്ലോ. കാലത്തിനനുസരിച്ച് പുരോഗമിക്കാത്ത ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് നോക്കിയാൽ അവിടെ ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന വേഷം കാണാമല്ലോ. നമുക്ക് നിങ്ങളെല്ലാം പോയിട്ടുള്ളതല്ലേ. രാഷ്ട്രീയ പാർട്ടികളും പോലുള്ള സംഘടനകളും ഈ സംഘടനകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് വന്നിട്ടുണ്ട്. ഞാനും പറഞ്ഞല്ലോ, അവരൊക്കെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവരോട്ട് സംസാരിക്കാം. പിന്നെ ഇത് രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. പക്ഷെ അവരുടെ സംഘടനാ പരിപാടികളിലൊക്കെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പങ്കെടുക്കുന്ന ഡാൻസുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുകയും ചെയ്യുന്നു. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സൂമ്പയ്ക്ക് കുഴപ്പമുണ്ട്, MSFന്റെ സൂമ്പയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അവസാനിപ്പിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അദ്ദേഹം എന്നെ ഉപദ്രവിക്കരുത്, ഈ പേര് പറഞ്ഞ ആവശ്യമില്ലാതെ ആക്ഷേപങ്ങൾ ഇങ്ങനെ പ്രോട്ടോകോൾ ലംഘനം എന്ന് പറഞ്ഞാൽ പറയാതെ. ഞാൻ ഇതുവരെ പ്രോട്ടോകോളൊന്നും ലംഘിച്ചിട്ടില്ല. ഞാൻ 5 വർഷക്കാലം മേയറായിരുന്നു, 3 ടൈം MLA ആയിരുന്നു. ആ സമയത്തൊന്നും പ്രോട്ടോകോളൊന്നും ലംഘിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരുപക്ഷെ ഒരു മുന്നണി എന്നുള്ള നിലയിൽ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ടാകും നിയമസഭയ്ക്കകത്തും പുറത്തും, അത് വേറെ ഇഷ്യൂയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ നടക്കാവ് സ്കൂളിലൊന്ന് വരണം. എന്തായാലും വരും. കാരണം മറ്റോ ഈ കരികോട് കാണിക്കാൻ നിൽക്കുന്നവർ വിളിച്ച് പറഞ്ഞാണ്. അതുകൊണ്ട് വരുമല്ലോ. ഇന്നില്ല ആണോ? അപ്പൊ നിങ്ങൾ വന്ന് ഇന്നൊരു 100 പേർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കാൻ പറ്റുമോ? ഒരു 100 പേർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുക. അപ്പോയിന്റ്മെന്റ് ഓർഡർ അവർ 5 വർഷം 6 വർഷക്കാലമായി ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാത്തവർക്ക് ഇന്നലെ തിരുവനന്തപുരത്തേക്ക് 125 പേർക്ക് കൊടുത്തു, അധ്യാപകർക്ക്. ഇതെല്ലാം ഈ എതിർത്തുകൊണ്ടിരിക്കുന്നവർക്ക് വല്ലതും കാണുന്നുണ്ടോ?